ഹായ് ഡിയോസ്, പാചകക്കലയിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രായി സേമിയം കൊണ്ട് ഒരു പുട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊടിക്കുന്നത്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സേമിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയതായിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പൊടിക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നൂല് പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കുഴക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കുഴച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഉപ്പ് വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. അങ്ങനെ കഴുകിയ പാടെ തന്നെ ഞാനിത് ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ തന്നെ അതിലേക്ക് അത്യാവശ്യം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ എല്ലാ ഭാഗത്തേക്കും. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ എല്ലാം ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ വെള്ളത്തിലിട്ടപ്പോഴേക്ക് നമ്മുടെ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ അധികം നേരം ഇട്ട് വെക്കണം കേട്ടോ. വെള്ളത്തിലിട്ട പാടെ തന്നെ നമ്മൾ ഇതുപോലെ അടിച്ച് ഊറ്റി വെക്കുന്നുണ്ട്. ഊറ്റി വെച്ചൊരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കിനി പുട്ട് തയ്യാറാക്കാം. പുട്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ട്രിപ്പ് തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ സേമിയത്തിൻ്റെ കുറച്ച് ഭാഗം എത്രയാണോ നിങ്ങളുടെ കൺസിസ്റ്റൻസിൽ എടുക്കുന്നത് അത് അത്രയും കൂടി എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം കേട്ടോ എടുത്തിടാൻ വേണ്ടിയിട്ട്. കട്ട പോലെ ഇടരുത്. അതിങ്ങനെ വേറിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ സേമിയത്തിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ട് അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ ആവിയിൽ വെന്തെടുക്കുക കേട്ടോ. നമ്മൾ രാഗി സേമിയം കൊണ്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആകുമ്പോൾ അവർക്കും തന്നെ ഇഷ്ടമാവും കേട്ടോ കഴിക്കാൻ. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുത്തു വിടാവുന്നതാണ്. ഇനി നമ്മുടെ പുട്ടുംകുറ്റിയിൽ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവി വന്നതിന് ശേഷം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാഗി സേമിയം പുട്ട് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ.